ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് പരമാവധി ചൂഷണം ചെയ്ത് മുതലെടുക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തൃശ്ശൂർ വടക്കുകരയിലെ കൗൺസിലർ ഒരു വ്യത്യസ്തനാണ് ഇക്കാര്യത്തിൽ. ഒരു സാധാരണ ബാർബർ ഷോപ്പിലെ ജീവനക്കാരനായ അനിൽകുമാർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഈ ജനസേവനം മതിയാക്കേണ്ട ഗതികേടിലാണ്. ആ വാർത്ത കാണാം. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നിലവിൽ വടൂക്കര ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ അനിൽകുമാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 757 വോട്ടുകൾക്കാണ് ജയിച്ചത്. ബാർബർ ജോലിക്കൊപ്പം 5 വർഷം വടൂക്കര നിവാസികളെ സേവിച്ച അനിൽകുമാർ എന്നാൽ ഇത്തവണ മത്സരിക്കാനില്ല. മുഴുവൻ സമയ ജനസേവനത്തിനായി പ്രവർത്തിക്കാൻ പോകുമ്പോൾ തൊഴിൽ മുടങ്ങുന്നതാണ് ഇത്തവണ മത്സരരംഗത്ത് നിന്നും പിന്മാറാൻ അനിൽകുമാറിനെ പ്രേരിപ്പിച്ചത്. ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്താണ്. നമുക്ക് പണി ശരിക്കേ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ തന്നെ പറയാ പണി തിരക്കായ വേറെ പുതിയ ആൾക്കാർ വരട്ടെ, നമ്മൾ സ്വയം ഒഴിഞ്ഞതാണ്. പല ആൾക്കാരും പറയും നീ എന്തിനു പണിക്ക് പോണ, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ചെറുപ്പം തൊട്ട് പണി തുടങ്ങിയിട്ടുള്ളതാണ്. പാർട്ടി പറഞ്ഞു നമ്മൾ അനുസരിച്ചു, അത്രയുള്ള. ഇപ്പോഴും നമ്മൾ പാർട്ടി എന്ത് പറഞ്ഞാൽ അത് കേൾക്കുള്ള. മറ്റേത് നമ്മളത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മൾ പണിയെടുക്കായിട്ട് പഠിക്കുക, അത്രയും നമ്മൾ. അല്ലാണ്ട് പാർട്ടിയിൽ നിന്ന് നമ്മൾ 10 പൈസ വിചാരിച്ചിട്ടില്ല. 2.5 പതിറ്റാണ്ടായി മുടിവെട്ടുകാരനാണെങ്കിലും സ്വന്തമായി ബാർബർ ഷോപ്പില്ല. ഒരു സ്മാർട്ട് ഫോൺ പോലുമില്ലാത്ത അനിൽകുമാർ മറ്റു ജനപ്രതിനിധികളിൽ നിന്നും വ്യത്യസ്തനാണ്. ഇക്കാലം അത്രയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും സ്വന്തമായി ഒന്നും ഉണ്ടാക്കാൻ അനിൽകുമാർ ശ്രമിച്ചിട്ടില്ല. ജനപ്രതിനിധിയായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ നേരിട്ടറിയാൻ സാധിച്ച അനിൽകുമാർ കഷ്ടപ്പാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിതുമ്പുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള ജനപ്രതിനിധികൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം.